ഇതെന്താണെന്ന് മനസ്സിലായോ? തെങ്ങിൻ്റെ ചോറെന്നൊക്കെ പറയും. തെങ്ങ് വെട്ടിക്കഴിയുമ്പോൾ തലയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം. പൂക്കുലയല്ല, ചോറ്. നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങളിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. നല്ല രസമല്ലേ? നമുക്കിന്നിത് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാം. ഇതുകൊണ്ട് ലേഹ്യം ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും, അതുപോലെ തന്നെ കുറുക്കി കഴിക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് ഇതും ആ ഉണങ്ങലരിയും കൂടെ വെച്ചിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇതാദ്യം ഇല്ലേ, കഷ്ണം മുറിച്ചിട്ട് നമുക്കൊന്ന് നല്ല പോലെ അരച്ചെടുക്കരുത്, ഒന്ന് കറക്കിയെടുക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഉരുളിയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉണങ്ങിയ അരിയില്ലേ, ഞാൻ തേങ്ങാപ്പാലിൽ വേവിച്ച് വെച്ചേക്കുക. പിന്നെ ഉള്ളത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, ശർക്കരപ്പാനി, പിന്നെ നമ്മൾ ഏലക്കയും ചുക്കും ജീരകവും കൂടെ പൊടിച്ചത്, പിന്നെ നെയ്യ്, പിന്നെ കാഷ്യൂ, മുന്തിരി, തേങ്ങാക്കൊത്ത്. നാടൻ പായസം ആയതുകൊണ്ട് ഇച്ചിരി തേങ്ങാക്കൊത്ത് നിർബന്ധമാണ്. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം തന്നെ ഇതാ ഒരു 3 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാവേ. ഇതാദ്യം ഒന്ന് മൂക്കട്ടെ. ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണേ. ഇത് ഇന്നലെ ലീലേച്ചിയുടെ വീട്ടിൽ തേങ്ങ വെട്ടിയതാണ്. അപ്പോൾ ഒരു കഷ്ണം ലീലേച്ചി എടുത്ത് വെച്ചതാണേ. അപ്പോൾ ഇത് എന്തായാലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റാണ് കേട്ടോ. ചെറിയ പീസാക്കാവേ. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നപ്പം കാഷ്യൂ, മുന്തിരി. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കോരിയെടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത ആ നെയ്യില്ലേ, അതിനകത്ത് തന്നെ ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട്, ഇതുണ്ടോ തെങ്ങിൻ്റെ ചോറ് ചതച്ചെടുത്താണ് കേട്ടോ, ഒന്നിട്ട് കൊടുക്കാവേ. അതൊന്ന് നെയ്ക്കകത്ത് കിടന്ന് ഒന്ന് വരളട്ടെ. വഴന്ന് വരുമ്പോഴത്തേനേ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണങ്ങലരിയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇതെന്നാന്നറിയോ, ഇത് രണ്ടും കൂടെ ആകുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഉണങ്ങലരി ഇല്ലെങ്കിൽ ഗോതമ്പ് എടുത്തോ കേട്ടോ, വെള്ള ഗോതമ്പില്ലേ പായസത്തിൻ്റെ, അതും കൂടെ അതെടുത്തോ. നമുക്ക് ഇതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് ഈ ചോറ് വേവിച്ചത് കേട്ടോ. സമയം ഒത്തിരി എടുക്കുന്നതായതുകൊണ്ടാണ് അത് കാണിച്ചു തരാതിരുന്നത്. ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 250 ഗ്രാം ഉണങ്ങലരിയാണ് എടുത്തിരുന്നത് കേട്ടോ. അതത്രയാണ് വേവിച്ചത്. പിന്നെ ആ നമ്മുടെ തെങ്ങിൻ്റെ ചോറ് എന്തായാലും ഒരു 1/2 കിലോയ്ക്ക് മേളിലല്ലേ, 1/2 കിലോ അല്ല, അപ്പോൾ അതാണ് ചവച്ചെടുത്തത്. ആ ഒരു അളവിലാണ്. എന്നാലും അതിൻ്റെ ഒത്തിരി അരി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ആ ഒരു തേങ്ങയുടെ ആ ചോറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. ഇതൊന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ശർക്കര ഒഴിച്ചു കൊടുക്കാതിരുന്നത് എന്നാണെന്നറിയോ, ഇതിനകത്തെ ആ ചോറൊന്ന്, തെങ്ങിൻ്റെ ചോറൊന്ന് ഇച്ചിരി ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് കുറുകി വരട്ടെ. അരിയും തെങ്ങിൻ്റെ ചോറും എല്ലാം കൂടെ ആ 3-ാം പാലിലും 2-ാം പാലിലും കിടന്ന് നല്ല പോലെ ഇങ്ങനെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഒഴിക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. മധുരത്തിന് പാകത്തിന് ഒഴിക്കുക. ഞാനിപ്പം ഇത്ര ഒഴിച്ചിട്ട് മധുരം നോക്കിയിട്ട് ഒഴിക്കാം. 1 കിലോ ശർക്കര ഉരുക്കിയതായിരുന്നു, കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി ഇതും നമ്മുടെ ശർക്കരപ്പാനിയും ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. മധുരം ഇത് പോരാ, കുറച്ചും കൂടെ ഒഴിക്കുവാണേ.
ഈ കളർ കിട്ടാത്ത എന്നാണെന്നറിയാമോ, നമ്മുടെ ഈ നാട്ടിലത്തെ വെല്ലം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ ഉണ്ടശർക്കര എപ്പോഴും നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് കൊണ്ടുവരുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരുന്നത് തീർന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലത്തെ ആ മറയൂർ ശർക്കര ഉണ്ടശർക്കരയ്ക്കാണെങ്കിൽ നല്ല കളറ് കിട്ടൂലേ, ഇതിന് കളറ് കിട്ടൂല. ഇത് മതി. ഇനി ഇതുമായിട്ടൊന്ന് സെറ്റായിക്കോട്ടെ. നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയൊക്കെ ഒന്ന് സെറ്റായി, ഇതിനകത്ത് സെറ്റായി വന്നപ്പോൾ അതാ ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടോ. എനിക്ക് ഇച്ചിരി ചുക്കിൻ്റെയൊക്കെ ചുവ നല്ല ഇഷ്ടമാണ് ശർക്കര പായസത്തിൽ. ഇനി അതിലേക്ക് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. ഇനി 1-ാം പാൽ ഒഴിച്ചു. ഇനി തിളച്ച് പോകരുത്, നന്നായിട്ട് ചൂടായാൽ മതി. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ക്യാഷ്യും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതിനി ഇരുന്നൊന്ന് കുറുകും കേട്ടോ. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള 1-ാം പാലും എല്ലാം ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ചെറുതായിട്ട് തിള വന്നു. നല്ലൊരു അടിപൊളി പായസം, നാടൻ പായസം കേട്ടോ. ഈ തെങ്ങൊക്കെ വെട്ടി കഴിയുമ്പം അതിൻ്റെ ചോറ് കിട്ടുവാണെങ്കിൽ, തെങ്ങിൻ പൂക്കലല്ല കേട്ടോ, അതിൻ്റെ ചോറ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലോ അടുത്തോ ഒക്കെ തെങ്ങ് വെട്ടുമ്പം പൂക്കലയല്ല അതിൻ്റെ ചോറ് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു നാടൻ ടേസ്റ്റുള്ള പായസം. അതിൻ്റെ കൂട്ടത്തിൽ വെള്ള ഗോതമ്പോ അല്ലെങ്കിൽ ഉണങ്ങലരിയോ ആണ് ചേർക്കേണ്ടത് കേട്ടോ. സാബൂനരി ചേർക്കരുത്. സാബൂനരി എന്ന് പറഞ്ഞാൽ ചൗവരിയില്ലേ, അത് ഇതിനോട് വലിയൊരു രസം തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. വെക്കേഷനൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.